Good morning. Now let's study frog. നമ്മൾ എർത്ത് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ മോർഫോളജി അനാട്ടമി ഒക്കെ കവർ ചെയ്തു. അതുപോലെ തന്നെ കോക്രോച്ചും പഠിച്ചു. ഇനി അടുത്ത ഓർഗാനിസമാണ് ഫ്രോഗ്. ഫ്രോഗ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ബിലോങ് ടു ക്ലാസ് ആംഫീബിയ ഓഫ് ഫൈലം കോഡേറ്റ. നമുക്കറിയാം ഫ്രോഗ് ഫൈലം കോഡേറ്റയിലെ ആംഫീബിയ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ ആംഫീബിയൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ലാൻഡിലും ജീവിക്കാം, അതുപോലെ വാട്ടറിലും ജീവിക്കാം. ഫ്രോഗ് ഫ്രഷ് വാട്ടറിലാണ്, അതായത് മറൈനിൽ കാണുന്നില്ല, കടലിലല്ല, അല്ലാതെ ഫ്രഷ് വാട്ടറിലാണ് ഉള്ളത്. ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ഫ്രോഗ് ഫൗണ്ട് ഇൻ ഇന്ത്യ ഈസ് റാന ടൈഗ്രിന. സോ റാന ടൈഗ്രിന എന്ന സ്പീഷീസാണ് കോമൺലി ഫൗണ്ട് ഫ്രോഗ് എന്ന് പറയുന്നത്. They do not have constant body temperature. That is, their body temperature varies with the temperature of the environment. Such animals are called cold-blooded or poikilotherms. So, നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്നത് പോയിക്കിലോതേം ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, അഥവാ കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ നോർമലി ഒരു പോയിന്റിൽ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഹ്യൂമൻസിൻ്റെ കേസിൽ 37°C അല്ലേ, അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇതിൽ മാറ്റം വരുന്നില്ല. നമ്മൾ തന്നെ പല മെക്കാനിസം ഉപയോഗിച്ച് ആ നോർമൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. എന്നാൽ ഇവരങ്ങനല്ല, അവരുടെ ബോഡി ടെമ്പറേച്ചർ അവരുടെ എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് മാറും. അങ്ങനെയാണ് ആ ആനിമൽസ് ജീവിക്കുന്നത്. ആൻഡ് ദേ ആർ കോൾഡ് കോൾഡ് ബ്ലഡഡ് ഓർ പോയിക്കിലോതേംസ്. You might have also noticed changes in color of the frogs while they are in grass and on dry land. അല്ലേ, അവർക്ക് ചെറിയ കളറൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അതായത് അവർ ഗ്രാസിലിരിക്കുമ്പോൾ ഒരു കളർ, ലാൻഡിൽ വരുമ്പോൾ വേറൊരു കളർ, അങ്ങനെ. ദേ ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ടു ഹൈഡ് ദം ഫ്രം ദെയർ എനിമീസ്. കോമോഫ്ലേജ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഈസ് കോൾഡ് മിമിക്രി. ദാറ്റ് ഈസ് ദ ഫ്രോഗ്സ് ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദെയർ കളർ. അവരുടെ ബോഡിയുടെ കളർ ചേഞ്ച് ചെയ്തിട്ട് അവരെ പിടിക്കാൻ വരുന്ന എനിമീസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് സാധിക്കും. അത് ആ ഒരു കോമോഫ്ലേജ് അഥവാ അതിനെയാണ് മിമിക്രി എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഈസ് കോൾഡ് മിമിക്രി. ഓക്കെ. You may also know that frogs are not seen during peak summer and winter. During this period, they take shelter in deep burrows to protect them from extreme heat and cold. This is known as summer sleep or estivation, and the winter sleep is called hibernation respectively. സോ സമ്മറിലും വിൻ്ററിലും എക്സ്ട്രീം ടെമ്പറേച്ചർ വരുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്തും ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്തും ഇവർക്ക് അത്രയും ഇവരുടെ ബോഡി താങ്ങത്തില്ല. അപ്പോൾ അവരുടെ ബോഡിയെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇവർ ഡീപ്പ് ബറോസിൽ പോയി താമസിക്കും. അതായത് ബോഡി എത്രയും കോൾഡ് അല്ലെങ്കിൽ ഹീറ്റിലേക്ക് പുറത്തേക്ക് വരാതെ, അത്രയും ഹീറ്റിനോടോ കോൾഡിനോടോ എക്സ്പോസ് ചെയ്യാതെ ഡീപ്പ് ബറോസിൽ പോയി താമസിക്കും. ഇത് സമ്മറിൻ്റെ സമയത്താണെങ്കിൽ ഇതിനെ സമ്മർ സ്ലീപ്പ് എന്നും വിൻ്ററിൻ്റെ സമയത്താണെങ്കിൽ വിൻ്റർ സ്ലീപ്പ് എന്നുമാണ് വിളിക്കുന്നത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആ വാക്കെന്ന് പറയുന്നത്, സമ്മർ സ്ലീപ്പിനെ വിളിക്കുന്നതാണ് ഏസ്റ്റിവേഷൻ. സോ സമ്മർ സ്ലീപ്പ് ഈസ് കോൾഡ് ഏസ്റ്റിവേഷൻ. വിൻ്റർ സ്ലീപ്പാണ് ഹിബർനേഷൻ. സോ അത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം ആ 2 പോയിന്റ്. ഏസ്റ്റിവേഷൻ എന്താണ്? സമ്മർ സ്ലീപ്പ്. ഹിബർനേഷൻ എന്താണ്? വിൻ്റർ സ്ലീപ്പ്. സോ അതാണ് ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ചെയ്യുന്ന പല ആനിമൽസും ഉണ്ട്. ചിലർ സമ്മർ സ്ലീപ്പ് മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലർ വിൻ്റർ സ്ലീപ്പ് മാത്രം ചെയ്യുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏസ്റ്റിവേഷൻ എന്നോ ഹിബർനേഷൻ എന്ന് മാത്രമേ വാക്ക് കേൾക്കത്തുള്ളായിരിക്കും. അപ്പോൾ ഓർക്കണം, ഏസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പാണ്, ഹിബർനേഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ സ്ലീപ്പാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. നൗ വി ക്യാൻ സ്റ്റഡി ദ മോർഫോളജി ഓഫ് റാന ടൈഗ്രിന. ഹാവ് യു എവർ ടച്ച് ദ സ്കിൻ ഓഫ് ഫ്രോഗ്? നിങ്ങൾ തൊട്ടിട്ടുണ്ടോ ഫ്രോഗിനെ? ദ സ്കിൻ ഈസ് സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ഡ്യൂ ടു പ്രസൻസ് ഓഫ് മ്യൂക്കസ്. അതിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആൻഡ് സ്ലിപ്പറിയാണ്, കാരണം എപ്പോഴും മ്യൂക്കസ് ഉണ്ടായിരിക്കും. ദ സ്കിൻ ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻ ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ. ഒരു മോയിസ്റ്റ് കണ്ടീഷനിലാണ് അവരുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ആ മ്യൂക്കസ് ഉള്ളതുകൊണ്ട് തന്നെ. ദ കളർ ഓഫ് ഡോർസൽ സൈഡ് ഓഫ് ദ ബോഡി ഈസ് ജനറലി ഒലീവ് ഗ്രീൻ with dark irregular spots. On the ventral side of the skin is uniformly pale yellow. The frog never drinks water but absorbs it through the skin. So ഇപ്പോൾ ഈ പടത്തിൽ നമുക്ക് കാണാവുന്ന പോലെ തന്നെ അതിൻ്റെ ഈ ഡോസൽ സൈഡ് കണ്ടോ, ഈ ഡോസൽ സൈഡ് ഫുൾ തന്നെ ഒലീവ് ഗ്രീൻ കളറിലാണ് കാണുന്നത്. ഇതിൻ്റെ വെൻട്രൽ സൈഡ്, ആ അടിഭാഗം ഫുള്ള് പെയിൽ യെല്ലോ കളറാണ്. ആൻഡ് ദ ഡോസൽ സൈഡ് ഹാസ് ഡാർക്ക് ഇറഗുലർ സ്പോട്ടുകൾ. സ്പോട്ട്സ് നമുക്ക് ഈ പിക്ചറിൽ കാണാം അല്ലേ, ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ
ഈ വെള്ളത്തിൽ താമസിക്കുമെങ്കിലും ഇത് വെള്ളം ഡയറക്റ്റ്ലി കുടിക്കുന്നില്ല, അതിൻ്റെ സ്കിന്ന് വഴി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദ ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ ദ സ്കിൻ. ഈ ഒരു സെൻറ്റൻസ് വന്നിട്ട് ട്രൂത്ത് ഓർ ഫോൾസ് എന്നൊക്കെ നമുക്ക് എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാം. ബോഡി ഓഫ് എ ഫ്രോഗ് ഈസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. രണ്ടായിട്ട് തിരിക്കാൻ ബോഡിയെ, ഹെഡും ട്രങ്കും. എ നെക്ക് ആൻഡ് ടെയിൽ ആർ ആബ്സെൻറ്റ്. അതിന് കഴുത്തോ വാലോ ഒന്നുമില്ല, രണ്ടായിട്ടേ ബോഡിയെ തിരിക്കാൻ പറ്റൂ, ഹെഡ് റീജിയനും ട്രങ്കും. എബവ് ദ മൗത്ത് എ പെയർ ഓഫ് നോസ്ട്രൽ ഈസ് പ്രസൻറ്റ്. അപ്പം മൗത്തിന് മുകളിലായിട്ട് ഒരു പെയർ ഓഫ് നോസ്ട്രൽ ഉണ്ട്. ഐസ് ആർ ബൾജ്ഡ് ആൻഡ് കവേർഡ് ബൈ നിക്റ്റേറ്റിംഗ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദെം വൈൽ ഇൻ വാട്ടർ. സോ ഐസ് നമുക്കിവിടെ പിക്ചറിൽ കണ്ടില്ലേ, ഐസ് ഇങ്ങനെ ബൾജ്ഡ് ആയിട്ടുള്ള ഒരു ഐസാണുള്ളത്. ആ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കവറിങ് ഉണ്ട്, അതാണ് നിക്റ്റേറ്റിംഗ് മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ വാട്ടറിൽ പോകുമ്പോൾ ആ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. On either side of eyes, a membranous tympanum, that is ear, receiving sound signals. So, ഈ ഐസിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് സൈഡിലും ഇയറിനെ റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ട്, അതാണ് ടിംപാനം. ആ ടിംപാനമാണ് സൗണ്ട് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത്. ദ ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്, വാക്കിംഗ്, ലീപ്പിംഗ് ആൻഡ് ബറോയിങ്. സോ ഫോർ ലിംബും ഹൈൻഡ് ലിംബുമാണ് ഇതിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, സ്വിം ചെയ്യാനും വാക്ക് ചെയ്യാനും ലീപ്പ് ചെയ്യാനും ചാടാനും ഒക്കെ അല്ലേ, ബറോ ചെയ്ത് പോകാനും ഒക്കെ. ദ ഹൈൻഡ് ലിംസ് എൻഡ് ഇൻ 5 digits ആൻഡ് ദേ ആർ ലാർജർ ആൻഡ് മസ്കുലാർ ദാൻ ഫോർ ലിംസ് ദാറ്റ് എൻഡ് ഇൻ 4 digits. സോ ഹൈൻഡ് ലിംബിൻ്റെയും ഫോർ ലിംബിൻ്റെയും പ്രത്യേകത എന്താണ്? ഫോർ ലിംബിൽ 4 ഡിജിറ്റുകളേ ഉള്ളൂ. കണ്ടോ, ഇവിടെ പടം വരയ്ക്കും, പടത്തിൽ ഫുള്ളായിട്ട് കാണുന്നില്ല. ഈ ഡിജിറ്റ്സ് എണ്ണി നോക്കുകയാണെങ്കിൽ 4 കാണത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 3 കാണുന്നുള്ളൂ, 4 നാലാമത്തെ അപ്പുറത്തെ സൈഡിലുണ്ട്. ആൻഡ് ഹൈൻഡ് ലിംബ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റ്സ് 5 കാണും. ഹൈൻഡ് ലിംസ് ആണ് കുറച്ചുകൂടെ മസ്കുലാറും കുറച്ചുകൂടെ പവർഫുൾ അല്ലേ, കാരണം അതിലാണ് ബോഡി വെയിറ്റ് കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫീറ്റ് ഹാവ് വെബ്ഡ് ഡിജിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഫീറ്റിന് വെബ്ഡ് ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്വിമ്മിങ്ങിന് സ്വിമ്മിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഫ്രോഗ്സ് എക്സിബിറ്റ് സെക്ഷൽ ഡൈമോർഫിസം. Male frogs can be distinguished by the presence of sound-producing vocal sacs and also a copulatory pad on the first digit on the forelimbs, which are absent in female. So, ഫ്രോഗ്സിന് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നുണ്ട്. അതായത് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡിയെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അതാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. മെയിൽ ഫ്രോഗ്സിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ദേ ഹാവ് ദ സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്കുകളുണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ കോപ്പുലേറ്ററി പാഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഫോർ ലിംബിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിലായിട്ടൊരു കോപ്പുലേറ്ററി പാഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറും ഉണ്ട്. അത് ഹെൽപ്സ് ഇൻ കോപ്പുലേഷൻ. അപ്പോൾ അതൊക്കെയാണ് മെയിൽ ഫ്രോഗിൻ്റെ പ്രത്യേകത. ആൻഡ് ദേ ആർ ആബ്സെൻ്റ് ഇൻ ഫീമെയിൽ ഫ്രോഗ്. അതാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അതായത് മെയിലിനെയും ഫീമെയിലിനും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ പിക്ചറൊക്കെ നോക്കിയാലോ, പിക്ചറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Now let's study the anatomy of cockroach. The body cavity of frogs accommodate different organ systems such as digestive, circulatory, respiratory, nervous, excretory and reproductive systems with well-developed structures and functions. ഇതുവരെ പഠിച്ചതുപോലെയല്ല, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഫ്രോഗ്. സോ അതിന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അതായത് ഇതുവരെ പഠിച്ചതിൽ നിന്നും ഡെവലപ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി, നെർവസ്, എക്സ്ക്രീറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ആർ പ്രസൻറ്റ് ഹിയർ. The digestive system consists of alimentary canal and digestive glands. Alimentary canalum digestive glandsumana digestive systemത്തിലുള്ളത്. The alimentary canal is short because frogs are carnivores and hence the length of intestine is reduced. Carnivores ആണ് ഫ്രോഗ്സ്, അതുകൊണ്ട് തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് ഭയങ്കര ചെറുതാണ്. സോ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ഷോർട്ടാണ്. The mouth opens into buccal cavity that leads to the esophagus through pharynx. സോ ആദ്യം മൗത്ത് വരുന്നു, പിന്നെ ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്. ഈസോഫാഗസ് ഈസ് എ ഷോർട്ട് ട്യൂബ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു സ്റ്റൊമക് വിച്ച് ഇൻ ടേൺ കണ്ടിന്യൂസ് ആസ് ദ ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം ആൻഡ് ഫൈനലി ഓപ്പൺസ് ഔട്ട്സൈഡ് ബൈ ക്ലോവാക്ക. സോ ഈസോഫാഗസിന് ശേഷം സ്റ്റൊമക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരും. സ്റ്റൊമക്കിന് ശേഷമാണ് ഇൻറ്റസ്റ്റൈൻ വരുന്നത്. അതിനുശേഷം റെക്റ്റം വരുന്നു. ദെൻ ഫൈനലി റെക്റ്റം വിൽ ഓപ്പൺ ഇൻ ടു ക്ലോവാക്ക. ഏനസ് ഇല്ല, പകരം ഇവിടെ ക്ലോവാക്ക എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഉള്ളത്. So, liver excretes bile that is stored in the gallbladder. So, ഇതിനൊരു ലിവർ ഉണ്ട്, അത്
ബൈൽ സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ബൈൽ ഈസ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ, നമ്മുടെ ഹ്യൂമൻസിലെ പോലെ തന്നെ. പാൻക്രിയാസ്, എ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈംസ്. പാൻക്രിയാസും ഉണ്ട്, അതും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്. അത് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ആൻഡ് ദ ഫുഡ് ഈസ് ക്യാപ്ചേർഡ് ബൈ ദ ബൈലോബ്ഡ് ടങ്. സോ ടങ്ങിൻ്റെ പ്രത്യേകതയാണ് ബൈലോബ്ഡ് ആണ്. 2 ലോബ്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ നീണ്ടിരിക്കുകയല്ലേ, അതിൽ തന്നെ 2 ലോബ് ഉണ്ടായിരിക്കും ആ ടങ്കിൽ. ആൻഡ് digestion of food takes place by the action of hydrochloric acid HCl and gastric juices secreted from the walls of the stomach. അല്ലേ, നമ്മുടെ ഹ്യൂമൻസിലെ പോലെ തന്നെ ഏകദേശമൊക്കെ സാമ്യം വരുന്നില്ലേ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ? ഓക്കെ, നമ്മളുടെ ഫുഡിൻ്റെ ഡൈജഷൻ നടക്കുന്നത് HClൻ്റെയും ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെയും ആക്ഷൻ വഴിയാണ്. സ്റ്റൊമക്കിലാണ് HCl ഉള്ളത്, അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസസും. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് കോൾഡ് chyme, ഈസ് പാസ്ഡ് ഫ്രം സ്റ്റൊമക്ക് into the first part of the intestine. So food is digested partially in the stomach, and that partially digested food is called chyme, and that is moving into the first part of the small intestine, that is the duodenum. First part of the intestine പറയുന്നത് duodenum ആണ്. The duodenum receives bile from the gallbladder and pancreatic juice from the pancreas through the common bile duct. Common bile duct വഴി ഗോൾ ബ്ലാഡറിൽ നിന്നും ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസ് ഫ്രം ദ പാൻക്രിയാസും ഇവിടേക്ക് എത്തുന്നു. എവിടേക്ക്? ഡ്യൂോഡനത്തിൽ. മനസ്സിലായോ? അങ്ങനെ അവിടെ വെച്ച് ബാക്കി ഡൈജഷൻ നടക്കുന്നു. ബൈൽ ഇമൾസിഫൈസ് ഫാറ്റ് ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ആ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസിന് കഴിയും. ബൈൽ എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഫൈനൽ ഡൈജഷൻ എവിടെയാണ്? ഇൻഡസ്റ്റൈനിലാണ്. ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾഡ്സ് ഇൻ ദ ഇന്നർ വോൾ ഓഫ് ദ ഇൻഡസ്റ്റൈൻ കോൾഡ് വില്ലൈ ഓർ മൈക്രോവില്ലൈ. അല്ലേ, മൈക്രോവില്ലൈ അല്ലെങ്കിൽ വില്ലൈ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഇൻഡസ്റ്റൈനിലുള്ളത്. ആ ഫോൾഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫിംഗർ ലൈക്ക് ഫോൾഡാണ്. ആ ഫോൾഡുകൾ ഉള്ളതുകൊണ്ട് ഡൈജസ്റ്റഡ് ഫുഡ് ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. The undigested solid waste moves into rectum and passes out through cloaca. അപ്പം നമ്മൾ ആ അൺഡൈജസ്റ്റഡ് ഫുഡ്, അങ്ങനെ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മുഴുവൻ തന്നെ ഇൻഡസ്റ്റൈനിലെ മൈക്രോവില്ലയിലൂടെ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം അൺഡൈജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് രക്തത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ ദിസ് ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് ത്രൂ ക്ലോവാക്ക. ക്ലോവാക്ക എന്ന് പറഞ്ഞ ഓപ്പണിംഗ് വഴിയാണ് അത് പുറത്തേക്ക് വിടുന്നത്. ഹിയർ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസോഫാഗസ് തൊട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് മുന്നിലായിട്ട് ഫാരിങ്സും മൗത്തും ഉണ്ട്. ഓൾസോ ഈസോഫാഗസ് ലീഡിങ് ടു സ്റ്റൊമക്ക്, അതിനുശേഷം ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡനം എന്ന് പറയുന്നത്. അതിനുശേഷം റെക്റ്റം കണ്ടോ, റെക്റ്റം, ഇൻഡസ്റ്റൈന് ശേഷം റെക്റ്റം വരുന്നു. അത് ഓപ്പൺ ചെയ്യുന്നത് ക്ലോവാക്കൽ അപ്പേർച്ചറിലേക്കാണ്. യൂറിനറി ബ്ലാഡർ ഇവിടെ ഇതിനടുത്തായിട്ടാണ്. ക്ലോവാക്കൽ അപ്പേർച്ചറിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് യൂറിനറി ബ്ലാഡറും. അങ്ങനെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കിവിടെ കാണാം. ഓൾസോ ലിവർ കണ്ടോ, ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവർ, അത് ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഗോൾ ബ്ലാഡർ ഒക്കെ നമുക്കിവിടെ കാണാം. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ സീ ലങ്സ്, ഫാറ്റ് ബോഡീസ്, കിഡ്നി, യുറീറ്റർ, അല്ലേ, എല്ലാം കാണാം. അതുപോലെ ഹാർട്ട് എന്ന് പറഞ്ഞ സ്ട്രക്ചറും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു അങ്ങനെ ഒരു കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് ഫ്രോഗിലെ ഇൻറ്റേർണൽ ഓർഗൻസും സിസ്റ്റംസും. അടുത്ത സിസ്റ്റം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.